സോ ഹലോ ഗൈസ്, നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് നമ്മുടെ ഗ്രോ ഗാർഡൻ്റെ പാർട്ട് 2 ആയിട്ട്. അപ്പം നമ്മൾ ഗ്രോ ഗാർഡനിൽ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഗൈസ്. അപ്പം നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഭയങ്കര വീഡിയോ കിട്ടും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗാർഡൻ ഇതാട്ടോ, നമ്മൾ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഇതാണ്. കുറേ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നമുക്കിവിടെ പംകിൻസ് ഇപ്പോൾ 3 നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട് TG വിങ്, അവൻ നമ്മുടെ ഇപ്പം ഗെയിം കളിച്ചാണ്. അപ്പോൾ അവനെനിക്ക് 2 പെറ്റ്സിനെ ഗിഫ്റ്റായിട്ട് തന്നു. ഒരെണ്ണത്തിനാണ് എടുത്തുകൊണ്ട് പോയി പട്ടി. ഒരെണ്ണം ഏതോരത്തിന് കൊടുക്കാനാന്ന് പറഞ്ഞെടുത്ത 3 കിട്ടി. ഒരു റൈനോസറിനെ എന്തോ കിട്ടിയതാ, അതിനെ അവൻ എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ 2 ഉള്ളൂ ബാക്കി. ആ ഗൈസ്, നമ്മളൊരു ബാംബു ട്രീ നട്ടിട്ടുണ്ട്, ബാംബു മരം. പിന്നെ നമ്മുടെ മഷ്റൂം ഉണ്ട്, നമ്മുടെ 3 പംകിൻസ് ഉണ്ട്, പിന്നെ ഒരു ആപ്പിൾ മരം ഉണ്ട്, പിന്നെ 3 തേങ്ങയുണ്ട്. 4 തേങ്ങയുണ്ട്. ഓ, തേങ്ങേൻ്റെ ഒക്കെ വലിപ്പം നോക്കിയേ. അയ്യോ, തേങ്ങയല്ലേ? അയ്യോ സോറി, ഇത് 3 നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ആട്ടോ, ഞാൻ മറന്നുപോയി. ഇത് 2 തേങ്ങ, മറന്നുപോയി. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറേ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് മറ്റുള്ള ഒരാളുടെ നിന്ന് സീഡ് മേടിക്കാൻ പറ്റത്തില്ല. ഇത് ഞാനൊരു സിറി ഗെയിമിംഗ് എന്ന് പറഞ്ഞ പുള്ളിക്കാരോട് ഞാനിങ്ങനെ പറഞ്ഞു നടക്കുന്നു. ഞാൻ ആലോചിക്കുന്നു, പ്ലീസ് പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ടൊന്നും കിട്ടിയില്ല, അത് വേറെ കാര്യം. പിന്നെയാണ് മനസ്സിലാവുന്നത് അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പകരം ഇതുപോലത്തെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നേരിട്ട് കൊടുക്കാം. സീഡ്സ് നേരിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞാൽ പഠിച്ചു വന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതെന്തോന്ന്, ഈ സാധനത്തിൽ നമുക്ക് പകരം ഇടാൻ കേട്ടോ. ഇത് ഓർമ്മ വിടാം. ഇതെൻ്റെ ഉണ്ടായിരുന്നു. ഇതും കൂടെ എൻ്റെ കൂട്ടുകാരൻ തന്നായിരുന്നു. പക്ഷേ നമുക്ക് 3 ആനിമൽസിനെ വെക്കാൻ പറ്റത്തുള്ള കാരണം നമുക്ക് ഇതിനെ വെക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു റൈനോസർ ഉണ്ടായിരുന്നു, പക്ഷെ റൈനോസർ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇവർ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കയറ്റാം. റൈനോസർ നമുക്ക് കിട്ടുമെന്ന് തോന്നണം. നമ്മൾ തന്നെ പൈസ കൊടുത്ത് മേടിക്കും. നോക്കിക്കോ, സീഡ്സ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സീഡ്സ് എല്ലാം വന്നോക്കും. ഇത് വാട്ടർമെലൻ സീഡ് വന്നിട്ടുണ്ട്. മേടിക്കാം. വാട്ടർമെലൻ. ഓ ഗൈസ്, ഇപ്പം തന്നെ അടുത്ത സ്റ്റോക്ക് വരും കേട്ടോ. നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഗിയറിൽ പോയാലോ? ഗിയറിൽ പോയിട്ട് എന്തെങ്കിലും വന്നോ നോക്കാം. 1 സെക്കൻഡ്, 5 സെക്കൻഡ്. ഇപ്പം തന്നെ അടുത്ത സീഡ് വരും. യെസ്, റീസ്റ്റോക്ക് ചെയ്ത്. ബാമ്പു സീഡാണ് വന്നേക്കുന്നത്. നമ്മുടെ കയ്യിൽ ഉണ്ട്, ഒരെണ്ണം നമ്മൾ നട്ടിട്ടുണ്ട്. സോറി, നമുക്ക് എന്തായാലും തൽക്കാലം നമ്മുടെ ഗാർഡനിൽ പോവാം. എന്നിട്ട് നമ്മുടെ വാട്ടർമെലൺ സീഡ് നമുക്ക് ഇവിടെ നടാം കേട്ടോ. പിന്നെ ബാമ്പു ഇവിടെ തന്നെ നടാം. ഇവിടെയാണെങ്കിൽ കുറച്ച് മരങ്ങളേ ഉള്ളൂ. ആകെ മരം എന്ന് പറയാൻ വേണ്ടി മഷ്റൂമും പിന്നെ ഈ ഒരു ബാമ്പു ഉള്ളു. അപ്പോൾ നമുക്ക് ഇവിടെയും കൂടെ നിറയ്ക്കാം കേട്ടോ. അപ്പോൾ ഫില്ലാവും, മൊത്തത്തിൽ ഫില്ലാവും. ഇത് പട്ടിക്കുട്ടൻ. ഇത് നമുക്ക് എന്ത് പേരിടാം? നമുക്ക് ഈ പട്ടീനെ എന്ത് പേരിടാം? നമുക്ക് ഗൈസ് നിങ്ങൾ കമൻറ്റ് ഇടാം. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ പട്ടിക്കുട്ടൻ്റെ പേരിടാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പേരിടാം. എനിക്ക് ഇഷ്ടപ്പെട്ട പേരിനകത്ത് കാണുവാണെങ്കിൽ നമുക്ക് പട്ടിക്കുട്ടനെ പേരിടാം. ഓ, ഇവനെ സ്റ്റാർട്ടറാണ് കേട്ടോ. ഇവനും പയ്യെ ആണെങ്കിലും ബിൽഡ് ചെയ്ത്. ഇത് തന്നെ ഡ്രാഗനോ? നമുക്ക് നേരെ നമ്മുടെ ഗിയറിൽ പോവാം. ടെലിപ്പോർട്ട് ചെയ്യാനുള്ള സാധനം നമ്മുടെ ഉണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഒരു സാധനം ഉണ്ട്, പക്ഷെ നമ്മൾ ഉപയോഗിക്കാനുള്ള പയ്യെ ഉപയോഗിക്കാം. ഓ, എല്ലാത്തിനും മുടിഞ്ഞ വിലയാവും. നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ കാശില്ല കേട്ടോ. കാശില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ റിച്ച് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇത്ര പൈസ ഉണ്ടായില്ല. കഴിഞ്ഞ വർഷം എൻ്റെ കൂട്ടുകാരൻ കുറേയും എന്താണ്ടൊക്കെ സാധനങ്ങളൊക്കെ തന്നു. വിറ്റോളാൻ പറഞ്ഞു. എന്താണ്ട് കുറേ സാധനങ്ങൾ തന്നപ്പോൾ വിറ്റപ്പോൾ ഇത്രയും കാശ് കിട്ടി എനിക്ക്. അപ്പോൾ വലിയതായിട്ടൊന്നും വന്നിട്ടില്ല. ചേടാ, മാനിഫൈങ് ഗ്ലാസ് വന്നു. പക്ഷെ അഡ്വാൻസ്ഡ് സ്പ്രിങ്ക്ലർ വന്നിട്ടില്ലടേ. അത് വന്നറിയാതെ മേടിക്കായിരുന്നു. പിന്നെ ഇത് മാനിഫൈങ് ഗ്ലാസിൻ്റെ ഒന്നും എനിക്ക് വലിയ കാര്യങ്ങൾ അതിനെ പറ്റി ഒന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പം പൈസ കളയാനുള്ള കൈസ്.
നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊക്കെ മാനിഫൈങ് ഗ്ലാസിന്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്ക്. ഇവന്റെ ഉള്ളിൽ ഡൈനോസർ കയറിപ്പോയി. ഈ കാടിന്റെ ഉള്ളിൽ ഡൈനോസർ കയറിപ്പോയില്ല. നമുക്കൊരു പെറ്റിനെ കൊണ്ടുവന്നാലോ? ഇവൻ ഗിഫ്റ്റ് ചെയ്യും നമുക്ക്. ഇവനെ തല പിടിച്ചോണ്ടിരിക്കുന്ന അതിനാ. ഓ, പെറ്റ്സിനെ എല്ലാം മേടിച്ചാലോ? പെറ്റ്സിനെ ഒന്നും വലിയ സുഖമൊന്നുമില്ല. ഗിയർ ഇതെന്തോന്നിത്? എന്റെ പൊന്നെ സീൻ. എടാ പോടാ. അയ്യോ, ചെത്ത് സാധനം കേട്ടാ, ചെത്ത് സാധനം. ഇത് ലൈബ്രറി, ഉള്ളിൽ ലൈബ്രറി പോലത്തെ സെറ്റപ്പ്. എന്തൊക്കെയാണെന്തോ. ഇവന്മാരെന്ത് തീറായിട്ടാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ഇവന്മാർ എത്ര നാളത്തെ പരിശ്രമത്തിൽ, എത്ര നാളത്തെ കഷ്ടപ്പാടിലാണ് ഇങ്ങനൊരു സാധനം സെറ്റാക്കിയെന്ന് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. ഇല്ലാത്ത സാധനങ്ങളില്ലത്. ഫൗണ്ടെയിൻ, പിന്നെ ഇതെന്താ ഇവര് ഡീവിയേഷൻ സംഭവിച്ചേക്കുന്നുണ്ട് ഇതിനൊക്കെ. എന്നാ വലിയ വലിപ്പത്തിൽ വരെ ചെയ്തു വെച്ചേക്കുന്നത്. അയ്യോ, വെതർ മാറി കേട്ടെ, വെതർ മാറി. വെതർ നന്നായിട്ട് മാറി. ഓ, സംഭവങ്ങൾ കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. സീഡ്സ് ഒന്നും കൂടെ നോക്കാം നമുക്ക്. സീഡ്സ് ഇനിയും 38 സെക്കൻഡ്സ് അടുത്ത സ്റ്റോക്ക്. എനിക്ക് ഗിയറിൽ പോയിട്ട് ആ അഡ്വാൻസ്ഡ് സ്പ്രിങ്കിൾ വന്നറിഞ്ഞാൽ അത് മേടിക്കായിരുന്നു. അത് വന്നിട്ടുമില്ല. യെസ്, നമ്മൾ ടെലിപ്പോർട്ടായി. അതിന് ഉപയോഗിച്ച് കളഞ്ഞേക്കാം. നമ്മുടെ ആവശ്യത്തിന് കാശിരിക്കുമല്ലേ, നമ്മൾ റിച്ച് അല്ലേ, റിച്ച്. ഇപ്പൊ തന്നെ അടുത്ത സ്റ്റോക്ക് വരും. യെസ്, ന്യൂ സ്റ്റോക്ക് ഒന്ന് അടിച്ചിട്ട് വരാം, അത് നല്ലത്. What? It was at this moment that he knew he fucked up. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. 2000 years later. അപ്പൊ ഗൈസ്, നമ്മുടെ ഗിയർ മേടിക്കാൻ വന്നിരിക്കുകയാണ്. ഗിയർ എന്തൊക്കെ വന്നെന്ന് നോക്കാം. നമ്മുടെ ഗിയർ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. എന്തൊക്കെയാ വന്നേക്കുന്നേ? ബേസിക് സ്പ്രിംഗ്ലർ, അത് മേടിച്ചാലോ? കാരണം അഡ്വാൻസ്ഡ് വന്നിട്ടില്ല, അല്ലെങ്കിൽ നമുക്കത് മേടിക്കായിരുന്നു. നോ സ്റ്റോക്കാണ്. തൽക്കാലത്തേക്ക് നമുക്കൊന്ന് പച്ച പിടിക്കാൻ വേണ്ടി ബേസിക് മേടിക്കാം. എന്നിട്ട് നേരെ നമുക്ക് കറണ്ട് ടെലിപ്പോർട്ട് ചെയ്യാം. ബേസിക് സ്പ്രിംഗ്ലർ നമുക്ക് എവിടെ കൊടുക്കാം? എവിടെ കൊടുക്കണ്ടേ? 2 മേടിക്കായിരുന്നു. അപ്പുറം കൊടുക്കായിരുന്നു, അത് പറഞ്ഞത്. പിന്നെ നമുക്കൊന്നും കൂടെ കയറിയിട്ട് പോകാം കേട്ടോ. നമുക്കൊരു ബേസിക് കൂടെ മേടിക്കാം. നേരെ കറണ്ട് ടെലിപ്പോർട്ട് ചെയ്യാം. ബേസിക് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ കൊടുത്താലോ? നല്ല ഐഡിയ ആണെന്ന് തോന്നുന്നു. ഇവിടെ കൊടുക്കാം, അതൊരു നല്ല സെറ്റപ്പാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഗാർഡൻ കണ്ടോ? എന്തൊരു രസമാണെന്ന് നോക്കി. നമുക്ക് നമ്മുടെ സീറ്റ്സ് വന്നോ നോക്കട്ടെ. ഓറഞ്ച് വന്നിട്ടുണ്ട്. ഓറഞ്ച് എൻ്റെ ഇല്ല കേട്ടോ. ഓറഞ്ച് നട്ടേക്കാം. ഓറഞ്ച് ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓറഞ്ച് നട്ടേക്കാം. ലെജൻഡറി അല്ല, അൺകോമൺ ആണ്. വേറൊന്നും സ്റ്റോക്ക് ഒന്നുള്ള. നേരി ഗാർഡനിൽ പോകാം.
നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഈ സൈഡിലാണെന്ന് അറിയാലോ, അപ്പം ഫ്രൂട്ട്സ് യെസ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ തൊട്ട് നമുക്ക് നമ്മുടെ ഈ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്താലോ. ഇപ്പം എനിക്ക് അധികം റെസിപ്പിയും കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇപ്പം പുള്ളിക്ക് ബർഗർ തിന്നാനാണ് ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് ബർഗറിൻ്റെ റെസിപ്പി അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടേ കേട്ടോ. അതുപോലെ അടുത്ത പ്രാവശ്യം എന്താണ് പുള്ളിക്ക് ഇഷ്ടം നമ്മളത് ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് റെസിപ്പിയും കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രേ വരുന്നുള്ളൂ. നമ്മൾ ചെറിയ രീതിക്കൊരു സെറ്റപ്പാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ ചെറിയ രീതിക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ഗ്രോയ ഗാർഡൻ. അപ്പോൾ നമുക്ക് 2 പെറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കണം. ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക് അടിച്ച് പൊളിച്ചേക്കുക. നിങ്ങൾ പാർട്ട് 2 വേണമെങ്കിൽ പാർട്ട് 3 വേണമെങ്കിൽ പാർട്ട് 3 കൂടി ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. നമ്മൾ പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെയാണ് പറഞ്ഞത്, പാർട്ട് 1 ഒന്നും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തതാണ് ജസ്റ്റ് പോയി കണ്ടിട്ട് ഈ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. ഗൈസ് ബൈ.